ഹായ് ഗൈസ്. അപ്പോൾ ഞാനിപ്പോൾ കിച്ചണിലാണുള്ളത്. അപ്പോൾ ഉച്ചക്കത്തുള്ള പ്രിപ്പറേഷനിലേക്കാണ് കടക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നൊരു ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്, ചിക്കൻ ബിരിയാണി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. എനിക്ക് ആദ്യമേ ബിരിയാണി ഒന്നും ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു. ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ പഠിച്ചത് കണ്ണൂർ കിച്ചൺ കണ്ടിട്ടാണ്. അടിപൊളി റെസിപ്പിയാണ്, ഒരിക്കലും ഫ്ലോപ്പായി പോകാറില്ല കണ്ണൂർ കിച്ചൺ നോക്കി ഉണ്ടായിക്കഴിഞ്ഞാൽ. അപ്പോൾ വീട്ടിലേക്ക് പോവാം. അപ്പോൾ അതിന് മുന്നായിട്ട് നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ. അപ്പം 3 കിലോ കൈമാ റൈസ് നല്ല വൃത്തി കഴുകി വെള്ളം ഊറ്റാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് 1.5 കിലോ ചിക്കൻ ഉണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സവാള ഇനിയും ആവശ്യം വരും. ഞാനിപ്പോൾ വറുത്ത് കോരാനുള്ള സവാള മാത്രമേ അരിഞ്ഞെടുത്തിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് തന്നെ ചിക്കനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പെരുംജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് നല്ലപോലെ മാരിനേറ്റ് ചെയ്ത് 1 മണിക്കൂറെങ്കിലും മാറ്റി വെക്കുക. അപ്പോൾ ഞാൻ വറുത്തിട്ടാണ് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഞാനൊന്ന് കുക്കറിലിട്ട് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കും. അപ്പോൾ അത് കഴിക്കാനൊക്കെ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവും. അപ്പോൾ ഇനി ഞാൻ അരി ഒന്ന് വേവിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഈ ഗ്ലാസ്സിലായിരുന്നു ഞാൻ അരി എടുത്തത്. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ എടുക്കുക. അപ്പോൾ വെള്ളം തിളച്ച് വരുമ്പോൾ അതിനകത്തേക്ക് പട്ട, ഗ്രാമ്പു, കരയാമ്പൂ, പിന്നെ എന്താണ് മറ്റേ കരിയാമ്പും ഗ്രാമ്പും ഒന്ന് തന്നെയാണ്. പിന്നെ സ്റ്റാർ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ തിളച്ച് വരുമ്പോൾ അതിനകത്തേക്ക് ഒന്ന് അരി വാർത്ത് വെച്ചത് ഇട്ട് കൊടുക്കുക. വെള്ളത്തിൽ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ, അല്ലെങ്കിൽ ചോറിനൊരു ഉപ്പൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക വെള്ളത്തിലേക്ക് തന്നെ അരി തിളയ്ക്കുമ്പോൾ. അതിനുശേഷം ഞാൻ സവാള വറുത്ത് കോരാനായിട്ട് ഒരു പാനിൽ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. സൺഫ്ലവർ ഓയിലിലേക്ക് കുറച്ച് നെയ്യും കൂടി മിക്സ് ചെയ്തിട്ടാണ് അതിനകത്താണ് ഞാൻ വറുത്ത് കോരി എടുക്കാൻ പോകുന്നത്. അപ്പോൾ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി സവാള ഒന്ന് കൈകൊണ്ട് നേടിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് ഒന്ന് വിട്ട് വരും. എന്നിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അരി ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ സിമ്മിൽ വെച്ച് വേവിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് കൂട്ടി വെക്കരുത്, കരിഞ്ഞു പോവും, പെട്ടെന്ന് തന്നെ വെള്ളം വറ്റിപ്പോവും. അപ്പോൾ അത് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കുക, അരി വെന്തോന്നൊക്കെ നോക്കിയിട്ട്. അപ്പോൾ ആദ്യത്തെ ഒരു പോർഷൻ വറുത്ത് കോരി മാറ്റി. അപ്പോൾ ഇനി രണ്ടാമത്തത് ഇട്ട് കൊടുക്കാം.
അപ്പോൾ അരിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുപ്പത്തുനിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ചിക്കൻ ഒന്ന് ആവി കയറ്റി എടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ വറുത്ത് കഴിഞ്ഞാലും ഹാർഡായിട്ടിരിക്കില്ല. അപ്പോൾ ഒന്ന് വേവിച്ച് ചെറിയൊരു വേവ് മതി, സ്വല്പം മാത്രം, ഒരു 1-2 വിസിൽ മാത്രം മതി. അതിന് ശേഷം വറുത്തെടുക്കാൻ. ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ചിക്കനിൽ, കാരണം ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങുമല്ലോ. അപ്പോൾ 2 വിസിൽ കൊടുത്ത് വേവിച്ചെടുക്കുക, ചെറിയൊരു വേവ്. അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് വറുത്തെടുക്കാൻ പോകുന്നത് ചിക്കനൊക്കെ കുറച്ച് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അന്ന് വറുത്തെടുക്കുന്നുണ്ട് ചിക്കനൊക്കെ. അങ്ങനെ ചിക്കൻ മുഴുവനും വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി റെഡിയാക്കാനുള്ളത് മസാലയാണ്. അപ്പോൾ ആ ചിക്കൻ വറുത്ത് കോരിയ പാനിലേക്ക് തന്നെ ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഈ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് പേസ്റ്റില്ലേ അതിട്ടൊന്ന് നല്ലപോലെ വഴച്ചെടുക്കും. അപ്പോൾ ഇതൊന്ന് വഴന്നു വരുമ്പോൾ 2 വലിയ സവാള അരിഞ്ഞതും പിന്നെ ഒരു തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത് വഴന്നു വരുമ്പോൾ ഇതിനകത്തേക്ക് ഉപ്പ്, പിന്നെന്താണ് കാശ്മീരി ചില്ലി ആട്ടോ. ഇത് കാശ്മീരി ചില്ലി മാത്രമേ ഇപ്പോൾ എടുത്തിട്ടുള്ളൂ. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, പിന്നെ 1.5 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, ഇതൊക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ ആ ചിക്കൻ്റെ കുറച്ച് സ്റ്റോക്ക് ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ഇച്ചിരി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒരു ഗ്രേവിക്ക് വേണ്ടിയിട്ടാട്ടോ അതിട്ട് കൊടുത്തത്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് മല്ലിയില, പുതിനയിലാണ്. അപ്പോൾ അത് കുറച്ച് ഇട്ട് കൊടുക്കുക, കുറച്ച് മാറ്റി വെച്ചേക്കണം കേട്ടോ. ഏറ്റവും അവസാനം ബിരിയാണിയിലൊന്ന് വിതരാനായിട്ട് മാറ്റി വെച്ചേക്കണം. അപ്പോൾ ഇച്ചിരി ഗ്രേവി ലൂസാകാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ചിക്കൻ്റെ സ്റ്റോക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് സ്വല്പം തൈരാണ്, കുറച്ച് കട്ട തൈരാണ്. ഇത് മിൽമയുടെ തൈരാണ്, നിങ്ങൾക്ക് കട്ട തൈര് ഏതാണെങ്കിലും എടുക്കാം. അപ്പോൾ അത് ഇച്ചിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്, അധികം ചേർക്കാണ്ടിരിക്കുക, ഇച്ചിരി ചേർത്താൽ മതി. ഇനി നമ്മൾ ആദ്യം ഫ്രൈഡ് ചെയ്ത് വെച്ച ഓണിയൻ ചേർത്ത് കൊടുക്കാം. സവാള നമുക്ക് പകുതി ചേർത്ത് കൊടുക്കാം, പകുതി നമുക്ക് ബിരിയാണി ഏറ്റവും അവസാനം ബിരിയാണിയിൽ വിതറാൻ മാറ്റി വെക്കാം. അപ്പോൾ അതും കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റിയിട്ട് ഇനി നമുക്ക് ചിക്കൻ എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം ഈ ഗ്രേവിയിലേക്ക്. ഈ ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചേച്ചാൽ മതി.
അപ്പോൾ കുറച്ചും കൂടി ചിക്കൻ്റെ സ്റ്റോക്ക് ആഡ് ചെയ്ത് കൊടുത്തായിരുന്നു. കാരണം ഗ്രേവിക്ക് വേണ്ടിയിട്ട് കുറച്ചും കൂടി ചിക്കൻ സ്റ്റോക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിരിയാണിയിലെ ലാസ്റ്റ് സ്റ്റെപ്പ് എത്തി. അപ്പോൾ ഇനി നമുക്ക് ഇത് ദമ്മിടാനായിട്ടുള്ളത് നോക്കാം. അപ്പോൾ കുറച്ച് റൈസ് ആദ്യമേ താഴെ ഒന്ന് ലെയർ ചെയ്തതിന് ശേഷം അതിൻ്റെ മേലിലേക്ക് കുറച്ച് ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കനും മസാല ഇട്ട് കൊടുക്കുക. ഇതുപോലെ എല്ലായിടത്തും ആവുന്ന വിധത്തിൽ ഇട്ട് കൊടുത്തിട്ട് മല്ലിയില പുതിനയില വിതറിയിട്ട് പിന്നെ ഫ്രൈഡ് ചെയ്ത് വെച്ച സവാള വിതറി കൊടുക്കുക. കാഷ്യൂനട്ടും മുന്തിരിയും യൂസ് ചെയ്യേണ്ടവർക്ക് യൂസ് ചെയ്യാം കേട്ടോ, ഞാനത് എടുത്തിട്ടില്ല. അപ്പോൾ അതിട്ട് കൊടുക്കുക. അതിൻ്റെ ശേഷം ഇതിൻ്റെ മേളിൽ ഒന്നും കൂടി ഒന്ന് റൈസ് ലെയർ ചെയ്തിട്ട് പിന്നെ ചിക്കൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ ലാസ്റ്റായിട്ട് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്രൈഡ് ഓണിയനും പിന്നെ പുതിന മല്ലിയില ഇതൊക്കെ കൂടി വിതറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞാൽ കംപ്ലീറ്റായി. ഇനി നമുക്കൊന്ന് അടച്ചു വെച്ച് ദമ്മ് ചെയ്ത് കൊടുത്താൽ മതി. മൈദ ഒട്ടിച്ച് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. അല്ലാത്തവർക്ക് താഴെ നമ്മൾ എന്തെങ്കിലും ഒരു പാൻ വെച്ചതിന് ശേഷം അതിൻ്റെ മേളിൽ ഈ പാത്രം ഈ ചെമ്പ് വെച്ചതിന് ശേഷം, ചെമ്പല്ല ഇത് ഉരുളിയാണ്, വെച്ചതിന് ശേഷം ഒന്ന് സിമ്മിൽ വെച്ചിട്ട് ദം ചെയ്ത് കൊടുത്താൽ മതി. ഒരു 10 മിനിറ്റ് വല്ലതും ദം ചെയ്തിട്ട് സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കാം. പിന്നെ ഞാൻ ബിരിയാണി സെൻസ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാനത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി കഴുകാൻ കുറേ പാത്രങ്ങളുണ്ട്, അപ്പോൾ അതൊക്കെ കഴുകട്ടെ. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ നമുക്ക് ദം ഒന്ന് വട്ടിച്ച് നോക്കാം കേട്ടോ. നല്ല മണമുണ്ട് കേട്ടോ, നല്ല അടിപൊളി മണമൊക്കെ ഉണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്ന് അഭിപ്രായങ്ങൾ പറയണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.